ഹായ് എവരിവൺ, റേഡിയോ സബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ, ഇന്ന് നമുക്ക് വി ബെൽറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടായിരുന്നു. ഏകദേശം അതേ പ്രൊസീജിയർ തന്നെയാണ് വി ബെൽറ്റിനും ഫോളോ ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും വി ബെൽറ്റ് ഡിസൈൻ പ്രൊസീജിയറിലുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ഈ വി ബെൽറ്റ് ഡിസൈൻ ഓഫ് വി ബെൽറ്റ് വരുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2-ലെ 5-ാമത്തെ മൊഡ്യൂളിലെ ഒരു പോർഷനായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയേക്കുന്നത് ഡിസൈൻ ഡേറ്റ ഹാൻഡ്ബുക്ക് ബൈ കെ മഹാദേവനിലെ ഇക്വേഷൻസ് റെഫർ ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്സിലും ആ ഒരു ഡേറ്റാ ബുക്കിലെ ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പഠിക്കാനുണ്ട്. അതായത് വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ KTU എക്സാംസിന് സാധാരണ ഈ വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ 4 മാർക്കിനോ 2 മാർക്കിനോ ആ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതായത് രണ്ട് വി ബെൽറ്റ് ആയാലും ഫ്ലാറ്റ് ബെൽറ്റ് ആയാലും അതൊരു ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ എലമെൻ്റ് ആണ്. പക്ഷേ പ്രധാനപ്പെട്ട വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റിൽ പുള്ളിയും ബെൽറ്റും തമ്മിൽ സ്ലിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ആ ഫ്രിക്ഷണൽ കോണ്ടാക്റ്റ് 100% എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. ഒരു സ്ലിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വി ബെൽറ്റിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെ ഒരു സ്ലിപ്പ് വരത്തില്ല. ആ ഒരു കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ 100% എഫിഷ്യൻ്റ് ആയിരിക്കും. ഇനി നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ഇപ്പോൾ വി ബെൽറ്റിലാണെങ്കിൽ ഒന്നിലധികം സ്ട്രാൻഡ്സ് യൂസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒന്നോ അതിലധികമോ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് വി ബെൽറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ 3 സ്ട്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒറ്റ സ്ട്രാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതുകൂടാതെ വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ പുള്ളിയിൽ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വി ബെൽറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ് ബെൽറ്റിൽ അങ്ങനെ ഗ്രൂവ് കാണത്തില്ല. ഇതുകൂടാതെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഫ്ലാറ്റ് ബെൽറ്റിനെ അപേക്ഷിച്ച് വി ബെൽറ്റിന് കുറവായിരിക്കും. പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിൻ്റെ എമൗണ്ടും കൂടുതലായിരിക്കും. കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് ബെൽറ്റിനേക്കാളും കൂടുതലായിരിക്കും വി ബെൽറ്റ് യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ. ഇനി ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പാരിസൺ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അത് എക്സാമിന് പ്രയോജനപ്പെടും. ഇനി നമുക്ക് ഓരോ ഡിസൈൻ പ്രൊസീജിയറിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് മെറ്റീരിയൽ സെലക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽ സെലക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൈമറി ഡിസിഷൻസ്. അപ്പോൾ അതിനകത്ത് വരുന്നത് പുള്ളി മെറ്റീരിയലാണ് ആദ്യം പറയാനുള്ളത്. പുള്ളി മെറ്റീരിയൽ സാധാരണ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ പവർ ട്രാൻസ്മിഷനിൽ വൈബ്രേഷൻ്റെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കാസ്റ്റ് അയണിന് നല്ല ഡാമ്പിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അത് പുള്ളി മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യും. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സർവീസ് കണ്ടീഷൻ, സർവീസ് ഫാക്ടർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടേബിൾ 14.19 കൊടുത്തിട്ടുണ്ട് ഈ ഡേറ്റാസ് എല്ലാം. അതായത് പേജ് നമ്പർ 322 ടേബിൾ 14.19 റെഫർ ചെയ്താൽ സർവീസ് ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അവിടെ സർവീസ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടേബിൾ 14.19. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സിവിയറിറ്റി ഓഫ് സർവീസ്, ഇപ്പോൾ ലൈറ്റ് ഡ്യൂട്ടി ആണോ, മീഡിയം ഡ്യൂട്ടി ആണോ, ഹെവി ഡ്യൂട്ടി ആണോ, എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി ആണോ നോക്കിയിട്ട് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ അപ് ടു 10 hour ഓർ 10 hour to 16 hour, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ, ടൈപ്പ് എം ഓർ എൻ, അങ്ങനെ ഡ്രൈവിംഗ് യൂണിറ്റ് ടൈപ്പ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് സർവീസ് ഫാക്ടർ KS ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7.5 kW ബിലോ ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കാം. പിന്നെ കണ്ടിന്യൂസ് സർവീസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ടൈപ്പ് എമ്മിൽ എൻ്റെ വാല്യൂ 1.2 ആണ്. അപ്പോൾ സർവീസ് ഫാക്ടർ 1.2 ആ ഒരു സ്യൂട്ടബിൾ കണ്ടീഷന് ചൂസ് ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു സർവീസ് കണ്ടീഷൻ ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും നമുക്ക് ഇങ്ങനെ ഒരു സർവീസ് കണ്ടീഷൻ അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സർവീസ് കണ്ടീഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഡിസൈൻ പവർ കാൽക്കുലേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് PD ഈസ് ഈക്വൽ ടു P ഇൻറ്റു KS. P എന്ന് പറയുന്നത് പവർ ടു ബി ട്രാൻസ്മിറ്റഡും PD എന്ന് പറയുന്നത് ഡിസൈൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പവർ വാല്യൂ ആണ്. അപ്പോൾ ഈ കാൽക്കുലേഷനിലെല്ലാം PD വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി അത് കിലോ വാട്ടിലാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതായത് ഫ്ലാറ്റ് ബെൽറ്റിൻ്റെയും വി ബെൽറ്റിൻ്റെയും ക്രോസ് സെക്ഷൻസ്. അപ്പോൾ ഇതാണ് വി ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ,
ഇത് ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, ബെൽറ്റ് സെലക്ഷൻ. അപ്പോൾ ഈ ബേസ്ഡ് ഓൺ ബെൽറ്റ് ടൈപ്പ് വെച്ചിട്ടായിരിക്കും ബാക്കി കാൽക്കുലേഷൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ആ കാൽക്കുലേഷൻ എല്ലാം ഈ ഒരു ബെൽറ്റ് സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബെൽറ്റിൻ്റെ കാറ്റഗറി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ ഈ ഒരു ടേബിൾ നോക്കി ചൂസ് ചെയ്യാം. ടേബിൾ 14.14 പേ നമ്പർ 314 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ റെക്കമെൻഡഡ് പവർ റേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഒരു പവർ ടു ബി ട്രാൻസ്മിറ്റഡ് വാല്യൂ ഉണ്ടായിരിക്കും. ആ ഒരു റേഞ്ച് നോക്കിയിട്ട്, ആ ഒരു പർട്ടിക്കുലർ വാല്യൂ നോക്കിയിട്ട്, ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഏത് റേഞ്ചിലാണോ വരുന്നത് ആ ഒരു വി ബെൽറ്റ് ടൈപ്പ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 15 കിലോ വാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ട്. ഇപ്പം 15 കിലോ വാട്ട് റേഞ്ച് വരുന്നത് കാറ്റഗറി ബിയും വരും, അല്ലെങ്കിൽ കാറ്റഗറി സിയും വരാം. സിയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 to 70 ആണ്. ബിയുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 1.5 to 15 ആണ്. അപ്പോൾ കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പറയുന്നത് സി ആയിരിക്കാം, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ബിയും ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നോട്ട് ചെയ്യാനുള്ള വാല്യൂസ് എന്ന് പറയുന്നത് അവിടുത്തെ മാക്സിമം റെക്കമെൻഡഡ് വെലോസിറ്റി, ദെൻ നോമിനൽ ടോപ്പ് വിഡ്ത്തും നോമിനൽ തിക്നെസ്സും. ഈ മൂന്ന് വാല്യൂസും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഫർദർ കാൽക്കുലേഷൻസിൽ ഇത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിച്ച് ഡയമീറ്റർ ഓഫ് മോട്ടോർ പുള്ളി കാൽക്കുലേഷനാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. പിച്ച് ഡയമീറ്റർ ഓഫ് പുള്ളി എന്ന് പറഞ്ഞ് ഗിവൺ ഡേറ്റ ആയിട്ട് തരും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ബേസ്ഡ് ഓൺ ഡിസൈൻ പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡ്രൈവർ പുള്ളിയുടെ RPM, എത്ര സ്പീഡിലാണോ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ആ ഒരു വാല്യൂ യൂസ് ചെയ്തിട്ട് ഒമേഗ മാക്സ്, അതായത് ഒമേഗ മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2π Nmax/60, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒമേഗ മാക്സും ഡിസൈൻ പവർ യൂസ് ചെയ്തിട്ട് ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവർ പുള്ളി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സാധാരണ സ്റ്റെപ്പ് ഡൗൺ ഡിവൈസ് ആണെങ്കിൽ ഈ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവർ പുള്ളി ആയിരിക്കും. പക്ഷേ സ്റ്റെപ്പ് അപ്പ് ഡിവൈസുകൾക്ക് മിനിമം ഡയമീറ്റർ വരുന്നത് ഡ്രിവൺ പുള്ളി ഡയമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ബെൽറ്റ് വെലോസിറ്റി, ആ സമയത്ത് നമുക്ക് ബെൽറ്റ് വെലോസിറ്റി ടേം ഉപയോഗിച്ച് നമുക്ക് സ്മാളർ പുള്ളിയുടെ അല്ലെങ്കിൽ സ്മാളർ പുള്ളി ഡയമീറ്റർ D കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് കൂടാതെ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് 2ൽ വരുമ്പോൾ ഡയമീറ്റർ സെലക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ബെൽറ്റ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് പുള്ളി ഡയമീറ്റർ വാല്യൂവിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള ടേബിൾ 14.22. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കി നമുക്ക് പുള്ളി ഡയമീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറയാം. ഇവിടെ രണ്ട് കോളം തന്നിട്ടുണ്ട്, സെലക്റ്റഡ് പിച്ച് ഡയമീറ്റേഴ്സും ഡിഗ്രി ഓഫ് പ്രിഫറൻസും. അപ്പോൾ ഡിഗ്രി ഓഫ് പ്രിഫറൻസിൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, ചിലതിന് വാല്യൂസും കൊടുത്തിട്ടുമില്ല. 1, 2, 3 എന്നീ വാല്യൂസാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് 1 എന്ന് പറയുന്നത് റെക്കമെൻഡഡ് വാല്യൂ, 2 എന്ന് പറയുന്നത് സെക്കൻഡ് പ്രിഫറൻസ്, 3 എന്ന് പറയുന്നത് നോട്ട് റെക്കമെൻഡഡ് ആണ്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പുള്ളി ഡയമീറ്റർ കാൽക്കുലേഷന് ശേഷം കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് 325. ഇപ്പോൾ 325 എന്ന വാല്യൂ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ വാല്യൂ നോക്കുമ്പം നോമിനൽ വാല്യൂവിൽ 325 കഴിഞ്ഞാലുള്ള വാല്യൂ 355 ആണ്. പക്ഷേ സെക്കൻഡ് സ്റ്റെപ്പിലായിട്ട് ചൂസ് ചെയ്തത് ടൈപ്പ് സി ആണ്. ടൈപ്പ് സിയിൽ സെക്കൻഡ് നോക്കുമ്പോൾ അവിടെയുള്ള പ്രിഫറൻസ് എന്ന് പറയുന്നത് 350 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എനിക്ക് വേണ്ടത് പ്രിഫറൻസ് 1 ആണെങ്കിൽ ആ വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 375 ആണ്. അപ്പോൾ 375ലും ചോയ്സ്, അതായത് റെക്കമെൻഡഡ് സിയിൽ റെക്കമെൻഡേഷൻ വരുന്നത് 2 ആണ്. അപ്പോൾ അതും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് വാല്യൂ 400 യൂസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള ടൈപ്പ് സിയിലെ റെക്കമെൻഡഡ് വാല്യൂ 1. അതായത് എനിക്ക് 4 എന്നുള്ള വാല്യൂ പിച്ച് ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവിംഗ് പുള്ളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു പിച്ച് ഡയമീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ
പവർ റേഞ്ച് വെച്ചിട്ട് സ്റ്റെപ്പ് 2-ൽ നമ്മൾ ബെൽറ്റ് ടൈപ്പ് ചൂസ് ചെയ്തു. ഗിവൺ ഡേറ്റ ആയിട്ട് ഡയമീറ്റർ ഓഫ് ദ പുള്ളി തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ബൈ കാൽക്കുലേഷൻ കണ്ടുപിടിച്ച വാല്യൂവിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തത്. ഒരു പക്ഷേ നമുക്ക് പുള്ളി ഡയമീറ്റർ തന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പ്രൊസീജിയർ അല്ല ഫോളോ ചെയ്യാനുള്ളത്. പകരം തന്നിരിക്കുന്ന പുള്ളി ഡയമീറ്റർ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് വാല്യൂ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 250 ആണ് പുള്ളി ഡയമീറ്റർ ആയിട്ട് തന്നേക്കുന്നത്. 250 ആണ് പുള്ളി ഡയമീറ്റർ ആയിട്ട് തന്നേക്കുന്നത്. നമ്മുടെ റെക്കമെൻഡേഷൻ പ്രകാരം നമുക്ക് സ്റ്റെപ്പ് 2-ൽ നമ്മൾ ചൂസ് ചെയ്തത് ടൈപ്പ് ഡി ആണ്. പക്ഷേ ഇവിടെ ഡിക്ക് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള, അതായത് തൊട്ട് ലോവർ ആയിട്ടുള്ള ഗ്രേഡായ ടൈപ്പ് സി ചൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ 250 ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ തന്നിരുന്നത്. ഗിവൺ പവർ റേഞ്ചിൽ സ്റ്റെപ്പ് 2-ൽ ചൂസ് ചെയ്തത് ടൈപ്പ് ഡി ആയിരുന്നു. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് ടേബിൾ വന്ന് നോക്കിയപ്പോൾ ഡിക്ക് അവിടെ വാല്യൂ ഇല്ല, പ്രിഫറൻസേ ഇല്ല. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പിലുള്ള പ്രിഫറൻസ് ആയ സി ചൂസ് ചെയ്യണം. അവിടെ അതിൻ്റെ സിയുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് 250ക്ക് 1 ആണ്. അപ്പോൾ ആ ഒരു സെലക്ഷൻ നടത്തിയതിന് ശേഷം ഫർദറായിട്ട് വരുന്ന കാൽക്കുലേഷൻ എല്ലാം ടൈപ്പ് സി ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 4, കാൽക്കുലേറ്റ് ദ പിച്ച് ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. ഡ്രിവൺ പുള്ളി ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് പുള്ളി ഡയമീറ്ററിനോടൊപ്പം വെലോസിറ്റി റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അതല്ല എങ്കിൽ ഡ്രൈവർ പുള്ളിയുടെ സ്പീഡ് N1, ഡ്രിവൺ പുള്ളിയുടെ സ്പീഡ് N2 വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ N1/N2 എന്ന് പറയുന്ന റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി റേഷ്യോ കിട്ടും. അപ്പോൾ ആ വെലോസിറ്റി റേഷ്യോ വാല്യൂ കിട്ടിയ ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവർ പുള്ളിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡ്രിവൺ പുള്ളി ഡയമീറ്റർ കിട്ടും. അതിനുശേഷം ഈ ഡ്രിവൺ പുള്ളി ഡയമീറ്ററും എങ്ങനെയാണോ ഡ്രൈവർ പുള്ളി സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതുപോലെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ വാല്യൂ 1520 സോറി 1125 എന്ന വാല്യൂ ആണ് കിട്ടിയത്. 1125 എന്ന വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും 1125. 1125ന് 1120 ഉണ്ട് വാല്യൂ. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ 1250. 1250 നോക്കുമ്പോൾ ടൈപ്പ് സി ആണ് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിരുന്ന ടൈപ്പ് ഓഫ് ബെൽറ്റ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ 1250ക്ക് ടൈപ്പ് 1 പ്രിഫറൻസ് 1 ആണ്. അപ്പോൾ എനിക്ക് ആ വാല്യൂ ചൂസ് ചെയ്യാം. അതല്ലായിരുന്നെങ്കിൽ വേറെ സ്റ്റാൻഡേർഡ് വാല്യൂ ചൂസ് ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം രണ്ട് പുതിയ ഡയമീറ്ററുകൾ വെച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്ത വാല്യൂസ് വെച്ചിട്ട് റിവൈസ്ഡ് വെലോസിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം വി ബെൽറ്റ് ഡ്രൈവിൽ ഗ്രൂവ്ഡ് പുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പുള്ളീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പ്രീ മാനുഫാക്ചർ ചെയ്തായിരിക്കും, ഒരു ഗിവൺ വാല്യൂസിന് പ്രീ മാനുഫാക്ചർ ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗിവൺ കാറ്റലോഗിലുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് മാത്രമേ കാണത്തുള്ളൂ, അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ബെൽറ്റിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഇൻപുട്ട് ഡേറ്റാസ് എന്ന് പറയുന്നത് D1N1, അതായത് ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളിയും സ്പീഡ് ഓഫ് ദി ഡ്രൈവർ പുള്ളി, ഇത് രണ്ട് യൂസ് ചെയ്ത് നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ Vmax, അതായത് ടേബിൾ 14.14-ലെ മാക്സിമം വാല്യൂ മാക്സിമം വാല്യൂ ഓഫ് വെലോസിറ്റിയേക്കാളും കുറവായിരിക്കും എന്ന് എൻഷുർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2 നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റെക്കമെൻഡഡ് വെലോസിറ്റി വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതാണ് റെക്കമെൻഡഡ് വെലോസിറ്റി വാല്യൂസ്. ഇപ്പോൾ ടൈപ്പ് ബേസ് ചെയ്തപ്പോൾ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ടൈപ്പ് സി ആണെങ്കിൽ 25 m/s ആണ് മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ, ഇവിടെ ഒരു ബെൽറ്റ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ 25-നേക്കാളും കുറവായിരിക്കണം. അതാണ് എൻഷുർ ചെയ്യുക. ദെൻ അങ്ങനെ വന്നില്ല എങ്കിൽ നമുക്ക് ബെൽറ്റ് ടൈപ്പ് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് സെൻറ്റർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൻറ്റർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ പേജ് നമ്പർ 290-ലെ 14.2D ആണ്.
അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി അപ്രോക്സിമേറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 ഇൻറ്റു ഡി പ്ലസ് ഡി. അതിനകത്ത് ഈ ഡി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളി, സ്മാൾ ഡി ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്ലാറ്റ് ബെൽറ്റിൽ യൂസ് ചെയ്ത ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി പ്ലസ് ഡി എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്തത്. ഇവിടെ വി ബെൽറ്റിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സി അപ്രോക്സിമേറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 ടൈംസ് ഡി പ്ലസ് ഡി എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്പ് നമ്പർ 8 ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിച്ച് ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 295 ഇക്വേഷൻ 14.15b റെഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് 14.15b ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. അവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് സെൻറ്റർ ഡിസ്റ്റൻസ് സി, പിന്നെ ഡയമീറ്റേഴ്സ്, ഡ്രിവൺ പുള്ളിയും ഡ്രൈവർ പുള്ളി ഡയമീറ്റേഴ്സും. അപ്പോൾ ഈ അപ്രോക്സിമേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പിച്ച് ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം പേജ് നമ്പർ 315 ടേബിൾ 14.17 റെഫർ ചെയ്ത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ബെൽറ്റും വെച്ചിട്ട് ആ പിച്ച് ലെങ്ത് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. പിച്ച് ലെങ്തിൻ്റെ കൂടെ ഇൻസൈഡ് ലെങ്ത് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ടേബിൾ 14.17 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കൊടുത്തേക്കുന്ന ഡേറ്റ ഫസ്റ്റ് കോളം നോമിനൽ ഇൻസൈഡ് ലെങ്ത് ആണ്, അത് നമുക്ക് നോട്ട് ചെയ്തേണ്ടതായിട്ടുണ്ട്. പിന്നെ കൊടുത്തേക്കുന്നത് നോമിനൽ പിച്ച് ലെങ്തും. ഇപ്പോൾ കാറ്റഗറി വൈസ് അത് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഡൗൺ ആയിട്ടാണ് ആ വാല്യൂസ് ചൂസ് ചെയ്യാനുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റാൻഡർഡൈസ് ബൈ കാൽക്കുലേഷൻ കിട്ടിയ വാല്യൂ 1250. 1250 എന്ന് പറയുന്ന വാല്യൂ നോക്കാം. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് 2 ടൈപ്പ് ബി ആണ് ചൂസ് ചെയ്തേക്കുന്നതെങ്കിൽ ഇവിടെയാണ് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അതായത് 1212 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് 1250. അപ്പോൾ 1250 കഴിഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വാല്യൂ 1262 ആണ് ടൈപ്പ് ബിയിൽ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നോക്കാനുള്ള വാല്യൂ എന്ന് പറയുന്നത് 1262ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസൈഡ് നോമിനൽ ലെങ്ത് ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് 1219 mm. അപ്പോൾ ഈ രണ്ട് വാല്യൂ നോട്ട് ചെയ്ത് വയ്ക്കുക ഈ ടേബിളിൽ നിന്ന്. അപ്പോൾ നോമിനൽ പിച്ച് സ്റ്റാൻഡേർഡ് നോമിനൽ പിച്ച് ലെങ്തും നോമിനൽ ഇൻസൈഡ് ലെങ്തും നോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാക്റ്റ് സെൻറ്റർ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 14.15a, അത് പേജ് നമ്പർ 295 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി. അതായത് എയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് L/4 മൈനസ് പൈ ഇൻറ്റു ഡി പ്ലസ് ഡി ബൈ 8. ഇവിടുത്തെ എൽ എന്ന് പറയുന്നത് പിച്ച് ലെങ്ത്, സ്റ്റാൻഡർഡൈസ് ചെയ്ത പിച്ച് ലെങ്ത് വേണം യൂസ് ചെയ്യാൻ. ബി ഈസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ 8 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ട് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സാക്റ്റ് സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഓഫ് ദ ഡ്രൈവർ പുള്ളിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഇക്വേഷൻ 14.1 റെഫർ ചെയ്തിട്ട് പേജ് നമ്പർ 289 ഇക്വേഷൻ റെഫർ ചെയ്ത് ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനകത്ത് ഡ്രൈവർ പുള്ളി ലാർജർ ഓർ സ്മാളർ, അപ്പോൾ ലാർജർ ആണ് ഡ്രൈവർ പുള്ളിയെങ്കിലും സ്മാളർ ആണെങ്കിലും നമുക്ക് ആ ഇക്വേഷൻ നോക്കിയിട്ട് സ്യൂട്ടബിളായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനകത്ത് വരുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഡ്രിവൺ പുള്ളി ഡയമീറ്റർ, ഡ്രൈവർ പുള്ളി ഡയമീറ്റർ ഒക്കെയാണ്. ആ വാല്യൂസ് എല്ലാം നമുക്ക് പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തീറ്റ കണ്ടുപിടിക്കാം. അതിനുശേഷം ഫോളോ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വി ബെൽറ്റിൽ നമ്പർ ഓഫ് ബെൽറ്റ് വരും. അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ഇക്വേഷൻ ഡിസൈൻ പവർ PD ഡിവൈഡ് ബൈ KW ഇൻറ്റു KL KA. അപ്പോൾ അതിനകത്ത് KL എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ ഫോർ ലെങ്ത് ആണ്. അപ്പോൾ അത് റെഫർ ചെയ്യാനുള്ള ടേബിൾ എന്ന് പറയുന്നത് 14.20 പേജ് നമ്പർ 323. അപ്പോൾ ഇതാണ് കറക്ഷൻ ഫാക്ടർ വരുന്നത്. അപ്പോൾ കറക്ഷൻ ഫാക്ടർ നോക്കുമ്പോൾ നോമിനൽ ഇൻസൈഡ് ലെങ്ത് നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നോമിനൽ ഇൻസൈഡ് ലെങ്ത് വെച്ചിട്ട് കറസ്പോണ്ടിങ് ടൈപ്പിനുള്ള കറക്ഷൻ ഫാക്ടർ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നോമിനൽ ഇൻസൈഡ് ലെങ്ത് ഫോർ സപ്പോസ് ഇൻസൈഡ് ലെങ്ത് 1016, ആ വാല്യൂ ആണ്. ടൈപ്പ് ബി ആണ് ബെൽറ്റ് എങ്കിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ 0.0
84. ആ 5.84 ആണ് കെ എല്ലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് കെ എ, കറക്ഷൻ ഫാക്ടർ ഫോർ ആർക്ക് ഓഫ് കോണ്ടാക്ട്. അത് ടേബിൾ 14.21 പേജ് നമ്പർ 325 റെഫർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് ടേബിൾ 14.21. ഇപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ആർക്ക് ഓഫ് കോണ്ടാക്ട് ഓൺ സ്മാളർ പുള്ളി ഇൻ ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വാല്യൂ കിട്ടും. ആ വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ. പ്രൊപ്പോർഷൻ ഓഫ് 180 ഡിഗ്രി റേറ്റിംഗ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വി ആണ്. വി ടൈപ്പ് ബെൽറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കോണ്ടാക്ട് ആംഗിൾ സപ്പോസ് 142 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്ഷൻ ഫാക്ടർ ഫോർ ആർക്ക് ഓഫ് കോണ്ടാക്ട് വാല്യൂ 0.90. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ശേഷം നോക്കാനുള്ള വാല്യൂ കെ ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്യാൻ പേജ് നമ്പർ 295 14.13 തൊട്ട് 14.13 വരെയുള്ള സീരീസിലുള്ള ഇക്വേഷൻസ് നോക്കണം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് 14.13 തൊട്ട് 13 വരെയുള്ള ഇക്വേഷൻ. ഇവിടെ ടൈപ്പ് ഓഫ് ബെൽറ്റ് വെച്ചിട്ടാണ് ചൂസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ടൈപ്പ് സി ആണെങ്കിൽ എനിക്ക് റെഫർ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് 14.13 സി ആണ്. ആ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ അവിടെയുള്ള വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് വി, വെലോസിറ്റി ഉണ്ട് വി, ദെൻ ഡി ഇ, ഇക്വലൻ്റ് ഡയമീറ്റർ. ഇത് രണ്ടുമാണ് അവിടുത്തെ വേരിയബിൾസ്. അപ്പോൾ അതിനകത്ത് ഇക്വലൻ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വലൻ്റ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഇൻറ്റു കെ ഡി. കെ ഡി എന്ന് പറയുന്ന വാല്യൂ സ്മാൾ ഡയമീറ്റർ ഫാക്ടറാണ്. അത് ടേബിൾ 14.15 നോക്കിയാൽ അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ടേബിൾ 14.15. അപ്പോൾ സ്പീഡ് റേഷ്യോ, റേഞ്ച്, വെലോസിറ്റി റേഷ്യോ നമുക്കറിയാം. ആ റേഞ്ച് നോക്കിയിട്ട് നമുക്ക് വാല്യൂ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് 3.5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നോക്കുമ്പോൾ 2.949 ആൻഡ് ഓവർ. അപ്പോൾ അതിന് മേളിലാണ്. അപ്പോൾ സ്പീഡ് റേഷ്യോ, റേഞ്ച്. അപ്പോൾ ആ ഒരു വാല്യൂ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന കെ ഡി വാല്യൂ 1.14 ആണ്. അപ്പോൾ അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു കെ ഡി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലൻ്റ് പിച്ച് ഡയമീറ്റർ കിട്ടും. ഇനി ഇക്വലൻ്റ് പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ ആ വാല്യൂ ഫോർ എക്സാമ്പിൾ ടൈപ്പ് സിയിലുള്ള മാക്സിമം വാല്യൂ ഓഫ് ഡി ഇ വരാൻ പറ്റുന്നത് 300 ആണ്. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻ പ്രകാരം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ സപ്പോസ് 259 ആണെങ്കിൽ ആ വാല്യൂ എനിക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ കിട്ടിയ വാല്യൂ 400 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ എനിക്ക് അവിടെ 400 യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം 300 വരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂ 300 ആണ്. അതായത് ഇപ്പോൾ ടൈപ്പ് സിയിൽ ഡി ഇ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 259 ആണെങ്കിൽ എനിക്ക് ആ വാല്യൂ ചൂസ് ചെയ്യാം. കാരണം അത് 300നെ ക്രോസ് ചെയ്തില്ല. പക്ഷേ എനിക്ക് വേറൊരു കാൽക്കുലേഷൻ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ആയിരുന്നു, ടൈപ്പ് സി തന്നെയാണ്. പക്ഷേ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഡി ഇ വാല്യൂ കിട്ടിയത് 500 അല്ലെങ്കിൽ 455 അങ്ങനെയുള്ള വാല്യൂ ആണെങ്കിൽ ദാറ്റ് ഈസ് എബവ് 300, ദെൻ എനിക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ 300 ആയിട്ട് ഫിക്സ് ചെയ്യാം. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് കെ ഡബ്ല്യു വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കെ ഡബ്ല്യു വാല്യൂ ആണ് നമ്പർ ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് എനിക്ക് നമ്പർ ഓഫ് ബെൽറ്റ് എത്രയാണെന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഡിസൈൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ബെൽറ്റും ദെൻ പുള്ളി ഡയമീറ്റേഴ്സ് ആ കാൽക്കുലേഷൻ കഴിഞ്ഞു. ടൈപ്പ് ഓഫ് ബെൽറ്റ് ഏതാണെന്ന് ചൂസ് ചെയ്തു. ദെൻ അതിൻ്റെ പിച്ച് ലെങ്ത്, എത്ര ലെങ്ത് ഓഫ് ബെൽറ്റ്, അത് രണ്ടും കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിനകത്ത് സ്പെസിഫൈ ഉള്ളത് സ്റ്റെപ്പ് 2 നോക്കിയിട്ട് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഏതാണെന്നുള്ളതും സ്റ്റെപ്പ് 8 നോക്കിയിട്ട് നോമിനൽ ഇൻസൈഡ് ലെങ്തും, അത് രണ്ടും ചേർത്താണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 8 വഴി നമുക്ക് നോമിനൽ ഇൻസൈഡ് ലെങ്ത് കിട്ടും. സ്റ്റെപ്പ് 8 നമുക്ക് പിച്ച് ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കിട്ടും, അതിൽ നിന്ന് നോമിനൽ ഇൻസൈഡ് ലെങ്ത് കിട്ടും. ഇൻസൈഡ് ലെങ്ത് കിട്ടിയതിന് ശേഷം
സ്റ്റെപ്പ് 2-ൽ ടൈപ്പ് ഓഫ് ബെൽറ്റും നോമിനൽ ഇൻസൈഡ് ലെങ്തും ചേർത്ത് നമുക്ക് വാല്യൂ സ്പെസിഫൈ ചെയ്യാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് നമ്പർ സ്പെസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ടൈപ്പ് സി ബെൽറ്റാണ് സ്റ്റെപ്പ് 2 എന്ന് കിട്ടിയത്. നോമിനൽ ഇൻസൈഡ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1250 എന്നുള്ള വാല്യൂ വന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് C1250 അതാണ് ആ ബെൽറ്റിൻ്റെ നമ്പർ, സ്റ്റാൻഡേർഡ് നമ്പർ. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് DE ഗ്രേറ്റർ ദാൻ മാക്സിമം വാല്യൂ ആണെങ്കിൽ ആ ടേബിളിലുള്ള മാക്സിമം വാല്യൂ ആണ് ചൂസ് ചെയ്യാൻ. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 355 ആണ് കിട്ടിയ വാല്യൂ. പക്ഷേ അവിടെയുള്ള മാക്സിമം ആയിട്ട് ടേബിൾ തന്നേക്കുന്നത് 300 ആണെങ്കിൽ 300 എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൽ കുറവുള്ള 300ന് കുറവുള്ള 255 257 ഒക്കെയാണ് കിട്ടിയെങ്കിൽ ആ വാല്യൂ ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 11ൽ നമ്മൾ കിലോ വാട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ പവർ റേറ്റിംഗ്സ് ഗിവൺ ഇൻ ടേബിൾ 14.18A to 14.18E, അതായത് പേജ് നമ്പർ 317 to 321 റെസ്പെക്റ്റീവ് ബെൽറ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ ടേബിൾ തന്നിട്ടുണ്ട്. ബെൽറ്റ് കിട്ടുന്നത് സ്റ്റെപ്പ് നമ്പർ 2-ൽ നിന്നാണ്. ബേസ്ഡ് ഓൺ ബെൽറ്റ് സ്പീഡ് അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു വാല്യൂ, റേറ്റഡ് വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ടേബിളാണ് ഇവിടെ തന്നേക്കുന്നത്. ഒരു ഫോർ എക്സാമ്പിൾ ക്രോസ് സെക്ഷൻ എയുടെ ടേബിളാണ് 14.18A. അപ്പോൾ അതിനകത്ത് നമുക്ക് റേറ്റിംഗ് കിട്ടും, റേറ്റിംഗ് ഫോർ വി ബെൽറ്റ് ഇൻ കിലോ വാട്ട്. അപ്പോൾ ബെൽറ്റ് സ്പീഡ് വാല്യൂ വി അറിയാം. അപ്പോൾ ആ വാല്യൂവും ഇക്വലൻ്റ് പിച്ച് ഡയമീറ്ററും DE വാല്യൂ നമുക്കറിയാം. DE വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടും. അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് മാച്ച് ചെയ്യുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെലോസിറ്റി 23 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇക്വലൻ്റ് പിച്ച് ഡയമീറ്റർ DE എന്ന് പറയുന്നത് 110 ആയിരുന്നു വാല്യൂ. അപ്പോൾ രണ്ട് വാല്യൂ കൂടെ മീറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.79 ആണ്. 2.79 കിലോ വാട്ട്. ആ ഒരു കിലോ വാട്ട് വാല്യൂ 2.7 ആണ്. അപ്പോൾ അതും നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഒന്ന് റീചെക്ക് ചെയ്യുക. ഇനി അടുത്ത ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിപ്പോൾ എല്ലാ കാൽക്കുലേഷനിലും ഗ്രൂവ് ആംഗിൾ 40 ഡിഗ്രി ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഗ്രൂവ് ആംഗിൾ 40 ഡിഗ്രി അല്ലാതെ വേറൊരു വാല്യൂ ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിൾ റെഫർ ചെയ്യണം. പേജ് നമ്പർ 314 ടേബിൾ 14.16. അപ്പോൾ അവിടെ ഗ്രൂവ് ആംഗിൾ വേറെ തന്നിട്ടുണ്ട്. ഗ്രൂവ് ആംഗിൾ ആൽഫ ഈക്വൽ ടു 38 ഡിഗ്രി, 36 ഡിഗ്രി, 34 ഡിഗ്രി ഒക്കെ തന്നിട്ടുണ്ട്. അവിടെ മിനിമം പിച്ച് ഡയമീറ്റർ വാല്യൂസും തന്നിട്ടുണ്ട്. റിക്വയർഡ് പിച്ച് ഡയമീറ്റർ, അതായത് ഗ്രൂവ് ആംഗിൾ ബേസ്ഡ് ഓൺ ബെൽറ്റ് ടൈപ്പ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഗ്രൂവ് ആംഗിൾ വാല്യൂ വെച്ചിട്ടും ബെൽറ്റ് ടൈപ്പും വെച്ചിട്ട് നമുക്ക് മിനിമം പിച്ച് ഡയമീറ്റർ എത്രയാണെന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വി ബെൽറ്റ് ഡിസൈനിൽ വരുന്ന പ്രൊസീജിയർ. ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് പുള്ളി ഡയമീറ്റർ കാൽക്കുലേഷൻ. ഒന്നെങ്കിൽ ഡേറ്റ തന്നിട്ടുണ്ടായിരിക്കും, ഇല്ല എങ്കിൽ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് ഇൻപുട്ട് വാല്യൂസ് കൊടുത്ത് ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഇനി ആ ഡയമീറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യാനുള്ള മേജർ സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അതിന് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ആ ടേബിൾ നോക്കിയിട്ടും സ്റ്റെപ്പ് നമ്പർ 2-ലെ പ്രിഫറൻസ് നോക്കിയിട്ടും നമുക്ക് ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാം. അത് പുള്ളി ഡയമീറ്റർ, ഡ്രിവൺ പുള്ളി, അതുപോലെ വെലോസിറ്റി റേഷ്യോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ദെൻ അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം റിവേഴ്സ്ഡ് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ബെൽറ്റ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ സ്റ്റെപ്പ് നമ്പർ 2-ലെ റെക്കമെൻഡഡ് മാക്സിമം വെലോസിറ്റിയെ ക്രോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈപ്പ് മാറ്റി കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് സെൻറ്റർ ഡിസ്റ്റൻസ്. ദെൻ അത് ബേസ് ചെയ്തിട്ടുള്ള പിച്ച് ലെങ്ത് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ഇതിനെ ടേബിൾ നോക്കി സ്റ്റാൻഡർഡൈസ് ചെയ്യുക. സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷം നോമിനൽ ഇൻസൈഡ് ലെങ്ത് നോട്ട് ചെയ്യുക. ദെൻ എക്സാക്ട് സെൻറ്റർ ഡിസ്റ്റൻസ് ബേസ്ഡ് ഓൺ പിച്ച് ലെങ്ത് ചെയ്യുക. ദെൻ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കുക. അതിന് ശേഷം നോക്കാനുള്ളത് ദെൻ നമ്പർ ഓഫ് ബെൽറ്റ് കാൽക്കുലേഷൻ ആണ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നമ്പർ ഓഫ് ബെൽറ്റ് കാൽക്കുലേഷൻ. അവിടെ വേണ്ട വാല്യൂ ഡിസൈൻ പവർ KL, KA, KW. ഇപ്പോൾ KL
table 14.20, KA table 14.21, then KW based on equations. ഇതിനകത്ത് നോക്കാനുള്ളത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കുന്നു. അവിടെയുള്ള വേരിയബിൾ നോക്കുമ്പോൾ വെലോസിറ്റി, ഇക്വലന്റ് ഡയമീറ്റർ ഇക്വേഷൻ, ഡി ഇൻറ്റു കെ ഡി ടേബിൾ 14.15 ഇതെല്ലാം റെഫർ ചെയ്ത് കെ ഡബ്ല്യു വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്പർ ഓഫ് ബെൽറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ദെൻ ഇതിൻ്റെ നമ്പർ ഓഫ് ബെൽറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് അതിൻ്റെ കൺക്ലൂഷൻ, അതായത് സ്റ്റെപ്പ് നമ്പർ 2 ടൈപ്പ് ഓഫ് ബെൽറ്റും സ്റ്റെപ്പ് നമ്പർ 8 നോമിനൽ ഇൻസൈഡ് ലെങ്തും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ബെൽറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇക്വലന്റ് ഡയമീറ്റർ കാൽക്കുലേഷൻ സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ദെൻ കിലോ വാട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ പവർ റേഞ്ച് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഗ്രൂവ് ആംഗിൾ 40 ഡിഗ്രി ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, അതല്ല എങ്കിൽ റെഫർ ചെയ്യാനുള്ള ടേബിൾ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ചെയ്യുമ്പോൾ ചെയ്തു വരുന്ന സ്റ്റെപ്പിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചില സ്റ്റെപ്പുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാര്യം ആ ഡേറ്റ പ്രീവിയസ് ആൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അസംഷൻ നടത്തിയോ അല്ലെങ്കിൽ ഗിവൺ ഡേറ്റ വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് നോക്കിയതിന് ശേഷം വേണം ഒരു പ്രോബ്ലം ചെയ്യാൻ. ഇനി അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഡയമീറ്റർ ഓഫ് ദ പുള്ളി തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആക്കി നോക്കിയിട്ട് ബെൽറ്റ് ടൈപ്പ് നമുക്ക് പ്രിഫറൻസ് നോക്കി ചൂസ് ചെയ്യാം. ചിലപ്പോൾ ബെൽറ്റ് ടൈപ്പ് നമ്മൾ സ്റ്റെപ്പ് 2 അസ്യൂം ചെയ്യുന്നതായിരിക്കത്തില്ല പുള്ളി ഡയമീറ്ററിന് മാച്ച് ചെയ്യുന്നത്. അതൊന്നും കാര്യം ശ്രദ്ധിക്കുക. അഥവാ ഇനി പുള്ളി ഡയമീറ്റർ തന്നിട്ടില്ല, ബെൽറ്റ് ടൈപ്പിൻ്റെ കാര്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ബെൽറ്റ് ടൈപ്പും വെച്ചിട്ട് പുള്ളി ഡയമീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നതാണ്. ആ പ്രോബ്ലം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഇത്രയാണ് വി ബെൽറ്റ് ഡിസൈനിൽ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ എഡ്യൂസ് ആപ്പ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ താഴെയുണ്ട്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താം. താങ്ക് യു.